ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമയുടെ തല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഛോട്ടാ മുംബൈ എന്ന സിനിമ നാളെ ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തിയേറ്റർ സ്ക്രീനുകളിൽ എത്തുകയാണല്ലോ. സിനിമ നാളെ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. സിനിമയ്ക്ക് മികച്ച റിലീസ് എന്നൊന്നും തന്നെ പറയാനായിട്ട് ഇപ്പോഴും ആകില്ല എങ്കിൽ പോലും 1-2 ദിവസം മുന്നേ എല്ലാം തന്നെ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ചൊരു ചാർട്ടിംഗ് ആണ് ഇന്നൊരൊറ്റ ദിവസം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം മോശമല്ലാത്ത സ്ക്രീൻ കൗണ്ടിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ നായകനായി എത്തിയ ഛോട്ടാ മുംബൈ റിലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാൻ. എന്തായാലും സിനിമയുടെ ആദ്യ പ്രീസെയിൽ കണക്കുകൾ അപ്ഡേറ്റ് ആക്കപ്പെടുമ്പോൾ 15 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള പ്രീസെയിൽ ഗ്രോസ് അടുക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ മികച്ചൊരു പ്രീസെയിൽ കളക്ഷനും ഈ റിലീസ് സിനിമ നേരിടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ 1-2 ദിവസങ്ങൾക്കിടയിൽ എക്സിലെല്ലാം തന്നെ ഛോട്ടാ മുംബൈയുടെ റിലീസിനെ കുറിച്ച് വളരെ നെഗറ്റീവായ അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യുന്ന സമയമാണ്. ഇതൊരു മഴക്കാലമാണല്ലോ. അതോടൊപ്പം തന്നെ തഗ് ലൈഫ് പോലൊരു വമ്പൻ തമിഴ് സിനിമയാണല്ലോ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. സിനിമയോടൊപ്പം എന്തിനെ ക്ലാഷ് വെച്ചു. അതോടൊപ്പം തന്നെ വേറെയും സിനിമകൾ ഈ ആഴ്ച മലയാളത്തിൽ നിന്ന് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ തഗ് ലൈഫ് എന്ന സിനിമ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഗോകുല മൂവീസ് ആണ്. കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളും ഈ ആഴ്ച അവരുടെ കൈവശമാണ് എന്ന് നമുക്ക് ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് എന്തിനു ഛോട്ടാ മുംബൈ റിലീസ് വെച്ചു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തല വീണ്ടും മാസ്ക് കാണിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കമലഹാസന്റെ തഗ് ലൈഫിനെ തൂക്കിയെറിഞ്ഞിരിക്കുകയാണ് ഛോട്ടാ മുംബൈ നാളത്തെ കേരളത്തിലെ ഫാസ്റ്റ് ഫിലിം ഷോസിന്റെ കാര്യത്തിൽ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നാളെ കൊച്ചി ഏരിയയിലെ ബുക്കിംഗ് കൗണ്ട് മാത്രം നോക്കുകയാണെങ്കിൽ ഒരുപാട് തിയേറ്റർ സ്ക്രീനുകൾ തഗ് ലൈഫിനുണ്ടെങ്കിൽ പോലും ഒരൊറ്റ ഫാസ്റ്റ് ഫിലിം ഷോസ് നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഛോട്ടാ മുംബൈയുടെ പേരിൽ ഇപ്പോൾ തന്നെ 8 ഫാസ്റ്റ് ഫിലിം ഷോസ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ സിനിമകൾക്ക് മുന്നിൽ ഈ പറഞ്ഞ കമലഹാസൻ സിനിമയും തമിഴ് സിനിമയും ബിഗ് ബഡ്ജറ്റ് സിനിമയും ക്ലാഷും മഴയും ഒന്നും തന്നെ ഒരു ഭീഷണിയുമല്ല എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ റിലീസ് സിനിമയിലൂടെ തെളിയിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ നാളത്തെ കളക്ഷനായിട്ട്.